അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി ഒരു ബീഫ് കറി ആയിട്ടാണ്. നല്ല രുചിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഒരു കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് ബീഫെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ മുളകും പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, പാകത്തിന് ഉപ്പും, ഒരു സ്വല്പം വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടീസ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അതിലൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും. കുറച്ച് മസാലകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അധികമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മളൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവിൽ. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ചൂടായ ശേഷം ഇതിലേക്ക് 3 സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് അപ്പുറത്തെ സ്റ്റവിന്മേൽക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ഫ്രൈ ആവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ബീഫൊക്കെ വിസിൽ വന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ സബോളൊക്കെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാതും പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ, വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്വല്പം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ഒരു 2 സബോള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. കനം കുറച്ച് അരിഞ്ഞതാണ്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. അത് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം തീ കുറച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇനി അത് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തക്കാളിയൊക്കെ നന്നായി വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാതും നന്നായിട്ടൊന്ന് മസാല ഒന്ന് ഇതാവുന്നവരെ. അപ്പം തക്കാളി തോനിട്ട കാരണം കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ്റെ ഇലയാണ്. ഒരു 3 തണ്ട് വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വഴറ്റിയ ശേഷം ഇതിലേക്ക് ബീഫ് വേവിച്ചതാണ്. ബീഫ് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ബീഫിൻ്റെ കൂടെ. ആ വെള്ളം അതിലുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കറി. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച ശേഷം അത് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതാ ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്, സബോള. അപ്പം എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിച്ചപ്പാണ്, ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്വല്പം പുതിനയിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായി ഇളക്കിയ ശേഷം ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 3 പച്ചമുളകാണ്, അത് നീളത്തിൽ കീറി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷമാണ് അതിട്ട് കൊടുത്ത്. നല്ല രുചിയാണ് കറിക്ക്.
ആ പച്ചമണമൊക്കെ ആയിട്ട് ഇനി ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രുചിയാണ്. ഇപ്പോൾ ഒരു വെറൈറ്റി ബീഫ് കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.